ശബരിമലയിലെ ഇപ്പോഴത്തെ ക്രമീകരണങ്ങൾ വിജയകരമായി എങ്കിൽ അത് കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമാണെന്ന് സന്നിധാനം സെക്ഷൻ ഓഫീസർ കെ.ഇ. ബൈജു IPS. പോലീസ് മാത്രം വിചാരിച്ചാൽ ഒരു നേട്ടവും ഉണ്ടാക്കാൻ സാധിക്കില്ലെന്നും അദ്ദേഹം ന്യൂസ് 18നോട് പറഞ്ഞു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ശബരിമലയിലേക്ക് കൂടുതൽ തീർത്ഥാടകരെത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കഴിഞ്ഞ 6 ദിവസങ്ങൾക്ക് ശേഷം കണക്കുകൾ പരിശോധിക്കുമ്പോൾ കൂടുതൽ തീർത്ഥാടകർ 1 ലക്ഷത്തിലേറെ പേർ ഇക്കുറി എത്തി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആ കണക്കുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ അത് ഏകോപിപ്പിക്കുന്നത് പോലീസ് സംവിധാനമാണ്. സന്നിധാനം സെക്ഷൻ ഓഫീസർ ശ്രീ കെ.ഇ. ബൈജു നമ്മോടൊപ്പമുണ്ട്. സർ, ഏതു തരത്തിലുള്ള സംവിധാനങ്ങളാണ് ഒരുക്കിയത്? കൂടുതൽ തീർത്ഥാടകർ എത്തുന്ന ഒരു സാഹചര്യമാണല്ലോ ഇപ്പോഴുള്ളത്. തീർച്ചയായിട്ടും ദേവസ്വം ബോർഡിന്റെ തീരുമാനം തന്നെയാണ്. ദേവസ്വം ബോർഡും പോലീസും കൂടി ആലോചിച്ചിട്ടുള്ള തീരുമാനങ്ങളാണ് എന്നാണ് പറയാനുള്ളത്. കാരണം ഈ സ്വാമിമാരുടെ ഒരു ഒഴുക്കിനെതിരായിട്ട് വന്ന ആളുകൾ കയറി തൊഴുന്ന ഒരു സ്വഭാവം നേരത്തെ അതുണ്ടായിരുന്നു. അത് നമുക്ക് പരമാവധി ഒഴിവാക്കാൻ കഴിയും. പരമാവധിയല്ല, മുഴുവനായിട്ട് ഒഴിവാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ദേവസ്വം ബോർഡും പോലീസും ചേർന്ന തീരുമാനമാണ്. അങ്ങനെ വരുമ്പോൾ ആ ഒഴുക്കിനെതിരെ വരുമ്പോൾ സാധാരണ സ്വാമിമാർ വരുന്ന ഒഴുക്ക് തടയപ്പെടും. അപ്പോൾ അവർ പിന്നെ ക്യൂവിലുള്ള ആളുകൾ സമയം കൂടുതൽ നിൽക്കേണ്ടി വരുന്നു. ഇപ്പോൾ അത് മാറി. അപ്പൊ ആ ഒരു പറഞ്ഞ സോപാനം തൊഴുതു പോകുന്ന ആ രീതിക്ക് എതിരായിട്ട് ആരും കയറുന്നില്ല. ആരെങ്കിലും സ്പെഷ്യലായിട്ട് ദർശനം വേണ്ട ആളുകൾക്ക് സ്പെഷ്യൽ ക്യൂ കൊടുത്തിട്ടുണ്ട്. ആ ക്യൂ വഴി സാധാരണ സ്വാമിമാർ പോകുന്ന അവരോടൊപ്പം തന്നെ ഇപ്പോൾ തൊഴാനേ കഴിയുന്നുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് സ്വാമിമാർക്ക് കൂടുതൽ സമയം ക്യൂ നിൽക്കേണ്ട അവസ്ഥ ഇല്ലാത്തത്. എവിടെയും തടസ്സമില്ലാത്ത ഒരു സംവിധാനം അല്ലേ? അത്തരത്തിലുള്ള ഒരു ഫ്ലോ അല്ലേ പ്രതീക്ഷിക്കുന്നത്? അതെ, ആ ഫ്ലോ കൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഇത്രയും ആളുകൾക്ക് സമാധാനമായിട്ട് പോകാൻ കഴിയുന്നത്. ഒരു 18-ാം പടി ആയിക്കിട്ട് അവിടെയുള്ള ആളുകളുടെ ഡ്യൂട്ടി സമയം കുറച്ചു. കഴിവതും അവരുടെ പരമാവധി ശ്രമം കൊണ്ട് ഒത്തിരി ആളുകളെ മിനിറ്റിൽ 80 ആളുകളെ കയറ്റണം. 80 എല്ലാ സമയത്തും കയറില്ല. കാരണം പ്രായമുള്ള ആളുകളുണ്ട്, മണികണ്ഠ സ്വാമികളുണ്ട്, ഫിസിക്കൽ എയിൽമെന്റ്സിലുള്ള ആളുകളുണ്ട്. അവർ വരുമ്പോൾ 80 നമുക്ക് തികയാൻ കഴിയില്ല. എന്നിരുന്നാലും 70 താഴത്തേക്ക് പോവാതെ തന്നെ പോകുന്നുണ്ട്. പിന്നെ ഇപ്പൊ നമുക്കറിയാം, നിങ്ങൾ ഈ വർഷത്തിൽ വെച്ച് നോക്കുമ്പോൾ ഈ 6 ദിവസത്തിനകത്ത് തന്നെ 3.5 ലക്ഷം ആളുകൾ കഴിഞ്ഞു ദർശനം കിട്ടിയ ആൾക്കാർ. അപ്പൊ അതൊരു ഗുണമാണ്. ആളുകൾ വരുന്നുണ്ട്. അപ്പൊ അവർ പരസ്പരം സ്വാമിമാർ പറഞ്ഞറിയും. അപ്പൊ ആളുകൾ കൂടുതൽ വരാനുള്ള താല്പര്യമുണ്ട്. കാരണം ഇവിടെ കഷ്ടതയില്ല, നമുക്ക് സുദർശനം കിട്ടുന്നുണ്ടെന്ന് അറിയുമ്പോൾ കൂടുതൽ ആളുകൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടായിരിക്കാം തിരക്ക് വരുന്നത്. അവർക്ക് സുഖമായിട്ട് ദർശനം കഴിഞ്ഞ് പോകാൻ കഴിയുന്നുണ്ട്. ഈ 18-ാം പടിയിലെ പോലീസിന്റെ സംവിധാനത്തിൽ ചെറിയ മാറ്റം വരുത്തിയല്ലോ. അതായത് 15 മിനിറ്റാക്കി കുറച്ചു അവരുടെ ഡ്യൂട്ടി സമയം. അത് ഗുണപ്രദമായിരുന്നു അല്ലേ? ഗുണപ്രദമാണെന്നാണ് നമ്മളുടെ ഈ ഒരു 4 ദിവസത്തിനുള്ള ഇത് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ